ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷനിലെ 2 അധ്യാപകർക്ക് നോട്ടീസ് നൽകി. അധ്യാപകരായ ജിഷ്ണുവിനോട് ഇന്നും ഫഹദിനോട് നാളെയും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നോട്ടീസ് നൽകിയപ്പോൾ 2 പേരും ഹാജരായിരുന്നില്ല. അതേസമയം MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, MS സൊല്യൂഷനിലെ 2 അധ്യാപകർ അവർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയപ്പോൾ അവർ ഹാജരായിരുന്നില്ല. അതിൻ്റെ CEO ഇപ്പോൾ ഒളിവിലുമാണ്. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് എത്താൻ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഗോകുൽ? നമ്മൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവരെവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ 25-ാം തീയതി ഇരുവരോടും, ഈ ഷുഹൈബിനോടും ഫഹദിനോടും ജിഷ്ണുവിനോടും അതോടൊപ്പം തന്നെ CEO ആയിട്ടുള്ള ഷുഹൈബിനോടും ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും 3 പേരും ഹാജരായില്ല. അതിനാൽ തന്നെ ഇവർ ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, വ്യക്തതയില്ല എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. ഈ ഷുഹൈബിനെ കാണാത്തതിനെ തുടർന്ന് അയാൾക്കായിട്ട് അയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലുക്കൌട്ട് സർക്കുലറൊക്കെ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച വലിയ വിവാദമായ സമയത്ത് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്നും താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുമൊക്കെ യൂട്യൂബ് ലൈവിൽ വന്നിട്ട് ആരോപണം ഉന്നയിക്കുകയും അല്ലെങ്കിൽ എല്ലാ അന്വേഷണവുമായിട്ട് സഹകരിക്കുമോ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഷുഹൈബും MS സൊല്യൂഷന്റെ അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് പ്രാഥമിക അന്വേഷണം നടത്തി MS സൊല്യൂഷനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ഷുഹൈബിനോട് ഹാജരാവാൻ പറഞ്ഞത് മുതൽ ഷുഹൈബ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം. ആദ്യം ഷുഹൈബിനോട് ഹാജരാവാൻ പറഞ്ഞു, പിന്നീട് പങ്കുണ്ട് എന്ന് കരുതുന്ന 2 അധ്യാപകരോടും ഹാജരാവാൻ പറഞ്ഞു. ഇരുവരും ഇതുവരെ ഹാജരായിട്ടില്ല, ഷുഹൈബും ഹാജരായിട്ടില്ല. 3 പേരും ഒളിവിൽ തന്നെയാണ്. 3 പേരുടെയും മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്, ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് ഒരു അധ്യാപകനോട്, ജിഷ്ണു എന്ന് പറയുന്ന ഒരു അധ്യാപകനോട് ഇന്നും മറ്റൊരാളോട് ഫഹദിനോട് നാളെയും ഹാജരാവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി നാളെ പരിഗണിക്കുന്നുമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. അതേസമയം തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ 3 പേരെയും കണ്ടെത്താനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ സാധിക്കാത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. കാരണം ഈ ക്രിസ്മസ് ചോദ്യപേപ്പർ പരീക്ഷാ വിവാദം ഉയർന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ രീതിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതിന് ശേഷം താമരശ്ശേരി, കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരെയൊക്കെ ബന്ധപ്പെടുകയും ഈ അന്വേഷണ സംഘം ബന്ധപ്പെടുകയും ഇവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഓണപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലും MS സൊല്യൂഷന് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ MS സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി ചില രേഖകൾ, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള ചില രേഖകളൊക്കെ പിടികൂടി. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ MS സൊല്യൂഷന് പങ്കുണ്ട്, ഷുഹൈബിന് പങ്കുണ്ട് എന്നൊരു വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. പക്ഷേ ആ പരിശോധനയ്ക്ക് ശേഷം, പരിശോധന നടത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്, 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിനുള്ളൊരു സാഹചര്യം ഇതുപോലെ ഈ പങ്കുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ 2 അധ്യാപകരും MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബും അന്വേഷണ സംഘത്തിന് ഹാജരാവാൻ സാധിക്കാത്തതാണ്. ഈ മൊഴിയെടുപ്പിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും അവർ ഹാജരായില്ല എങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടിയിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതേസമയം ഷുഹൈബിന്റെ മുന്നോട്ടേക്കുള്ള നീക്കം എന്താണ് എന്നും അറിയേണ്ടിയിരിക്കുന്നു. അത് ഒരുപക്ഷെ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഷുഹൈബ് മുന്നോട്ടേക്ക് പോകുന്നതുമെന്നും എന്നത് കേസിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്നത്. അങ്ങനെ ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. വിനോദ്, അതെ, MS സൊല്യൂഷൻ്റെ 2 അധ്യാപകർക്ക് നോട്ടീസ് നൽകിയിട്ട് അവർ ഹാജരാകുന്നില്ല. പക്ഷേ അവരുടെ ഫോണിൻ്റെ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് അവരും CEOയെ പോലെ ഒളിവിൽ പോയോ എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് അവർ ഹാജരാവുന്നില്ല. അവരെ അങ്ങനെയാണെങ്കിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് പറയുന്നു. കസ്റ്റഡിയിലെടുക്കാൻ ആളുകൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ കസ്റ്റഡിയിലെടുക്കാൻ. അങ്ങനെയുള്ള വിഷയങ്ങളുമുണ്ട്. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്.